ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വീക്ക്ലി ടാസ്ക്കായി കിരീട യുദ്ധത്തിൻ്റെ 2ാം ദിവസമാണ് ഇന്ന് 2 തൊപ്പികളാണ് വീട്ടുകാരെ തട്ടിയെടുക്കേണ്ടത്. അതിൽ 2 ടീമുകൾ ഈ ഒരു ടാസ്കിൽ നിന്നും ഇന്ന് ഔട്ടാകും. അങ്ങനെ എല്ലാവരും ചേർന്ന് ജിസേലിനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാന് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ഗ്രൂപ്പ് അറ്റാക്ക് ഒന്നും തന്നെ പ്രത്യേകിച്ച് നടന്നില്ല. എങ്കിലും അഭിലാഷം നല്ല രീതിയിൽ തന്നെ ജിസേലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം ജിസേലിൻ്റെ ഗ്രൂപ്പിന് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം തീരെയില്ല. ജിസേലിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷൈത്യ, അനുമോള്, ജിസേല്, ഈ ഒരു മൂവർ സംഘമാണ് ജിസേലിൻ്റെ ഗ്രൂപ്പ്. ഇതിൽ ഷൈത്യയും അനുമോളും പരസ്പരം സ്വരച്ചേർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ സംസാരിക്കില്ല. അനുമോൾക്കായിക്കോട്ടെ വൈൽഡ് കാർഡുകൾ പണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, സംസാരിക്കാൻ പാടില്ല എന്നത്. പിന്നുള്ളത് ജിസേലാണ്. ജിസേലായിക്കോട്ടെ ക്യാപ്റ്റനുമാണ്. അപ്പോൾ ക്യാപ്റ്റന് അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ്സുമില്ല. അതുകൊണ്ട് തന്നെ ജിസേലിനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവസാനം ഈ ഒരു ബസർ അടിച്ചതിന് ശേഷം ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടാസ്ക് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. ജിസേൽ അതുപോലെ തന്നെ രക്ഷപ്പെടാനായിട്ട് മാക്സിമം ശ്രമിച്ചു. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജിസേലിൻ്റെ ആ ഒരു ക്യാപ്പ് അഭിലാഷ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ അഭിലാഷ് അറ്റാക്ക് ചെയ്ത് സ്വന്തമാക്കി. പക്ഷേ ആ ഒരു അറ്റാക്കിനൊടുവിൽ ജിസേലിന് നല്ല രീതിയിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. ജിസേലിൻ്റെ കൈ അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ മുറിവ് പറ്റി. കൈയൊക്കെ കെട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് സ്റ്റിച്ച് ഇടണം എന്നുള്ളത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജിസേലിൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇഞ്ചുറി എനിക്ക് തോന്നുന്നത് ഫ്ലോറിൽ പാത്രങ്ങൾ പൊട്ടിക്കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ കുപ്പിച്ചിലൊക്കെ. അപ്പോൾ അത് തട്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ജിസേലിൻ്റെ കയ്യിൽ ഇത്രയധികം മുറിവുണ്ടാവാനുള്ള സാധ്യത. കാരണം അത്രമാത്രം നല്ല രീതിയിൽ തന്നെ ജിസേലിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജിസേൽ കംപ്ലൈൻറ്റ് ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 2ാം ദിവസമായ ഇന്ന് രേണുസുധിയുടെ ടീമാണ് ഔട്ടായിരിക്കുന്നത്. അതായത് അക്ബർ, ഷാനവാസ്, രേണുസുധി, ജിസേലിൻ്റെയും രേണുസുധിയുടെയും ടീം. ജിസേലിൻ്റെ ടീം എന്ന് പറയുന്നത് അനുമോള്, ഷൈത്യ, ജിസേൽ, ഈ ഒരു 2 ടീമാണ് ഇന്ന് ഔട്ടായിരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസ് പലതവണ ആവർത്തിക്കുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല, ഫിസിക്കൽ അറ്റാക്ക് പാടില്ല എന്ന് പറയുമ്പോഴും ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കലി അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ ക്യാപ്പ് സ്വന്തമാക്കാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മൾ മറ്റുള്ളവരോട് പോയി ആ ഒരു ക്യാപ്പ് തരൂ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവർ തരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കിൽ തീർച്ചയായും ആ ഒരു ഫിസിക്കലി നമ്മൾ അത്രയും അറ്റാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്യാപ്പ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അത് ബിഗ് ബോസിനും വ്യക്തമായി അറിയാമെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെയും രേണുസുധി ആയിക്കോട്ടെ കുഴഞ്ഞു വീണിരുന്നു. അതുപോലെ തന്നെ അനീഷിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ബലത്തിൽ ക്യാപ്പ് വെച്ചത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അനീഷ് ഷാനവാസിനെ തിരികെ കടിക്കുകയൊക്കെ ചെയ്തു. അപ്പം നാളെയും ഇതുപോലെയാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടസ്റ്റൻസിൻ്റെ ആരോഗ്യനിലയിൽ സാരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്.